ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ ഹാപ്പി ആയിരിക്കണം കേട്ടോ. നമ്മൾ പുതിയ വീടിനുള്ള തറപ്പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ തറപ്പണി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇന്ന് ബെൽറ്റ് വാർക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ പല കടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് വാർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പണിക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8:45 9 മണിയോട് കൂടിയിട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ് കേട്ടോ. കാരണം നമുക്ക് പണിക്കാർക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കണമല്ലോ. രാവിലെ അവർക്ക് ചായ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കലത്തെ വാർപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്കുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് രാവിലത്തെ പൊറോട്ട എല്ലാവർക്കും കഴിക്കുക. അപ്പോൾ അത് പുറത്ത് ഏൽപ്പിക്കുക, പിന്നെ അതിലേക്കുള്ള കറി വീട്ടിലുണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് നമ്മൾ പുറത്ത് ഏൽപ്പിക്കുക ചെയ്തിട്ടില്ല. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി നമ്മൾ വീട്ടിൽ വെക്കുക കേട്ടോ. 2 നേരം ചിക്കൻ കറി കൊടുക്കുന്നത്. രാവിലെ അവർക്ക് ബീഫ് കറി കൊടുക്കാമെന്നിട്ട് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചപ്പോഴാണ് അറിയണത് അവർ ബീഫ് കഴിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ചിക്കൻ കറിയിൽ തന്നെ ചാടി 2 നേരം ചിക്കൻ കറി തന്നെ ആക്കി കേട്ടോ. അപ്പോൾ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി വരുമ്പോഴത്തേനും ലച്ചുമോൾ ഇവിടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ആദ്യത്തെ ഒരു 3-4 സ്പൂണ് അവൾ നന്നായിട്ട് കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഒരു വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഒട്ടും കഴിക്കില്ല. പിന്നെ രാവിലത്തേക്കുള്ള ചിക്കൻ കറി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ളതിലേക്ക് ഞാൻ സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി മുകളിലത്തെ റൂമും ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കുകയാണ്. നമ്മുടെ പൊറോട്ട അതവിടെ സെറ്റായിട്ടുണ്ട്. പൊറോട്ട ഒരു 10:30 ആകുമ്പോഴത്തേനും എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവർക്ക് കൊടുക്കാനുള്ള കറി കേട്ടോ. നമ്മൾ നാളികേരം വറുത്തരച്ചിട്ടാട്ടോ രാവിലത്തെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ട നമുക്ക് ചായക്കുള്ള പൊറോട്ട കൂടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കട്ടെ ചെയ്തത്. ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു. ലച്ചുമോൾ ഇവിടെ ഭയങ്കര കളിയാട്ടോ. ഇപ്പോൾ മുട്ടുകുത്തിയിട്ട് ഇരിക്കാനുള്ളൊരു പുറപ്പാടാണ് അവൾ. ഇതിനിടയിലായിരുന്നു പണിക്കാർ വെള്ളം വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് പണിക്കാർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കും. പിന്നെ നമ്മൾ വലിയൊരു പാത്രത്തിൽ കൊണ്ടുവച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അവർക്ക് തണുത്ത വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കണ്ട് കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് വെക്കും. അവർ ചോദിക്കുന്നതിനനുസരിച്ച് കുപ്പികളിൽ വെള്ളം നിറച്ച് കൊണ്ടു കൊടുക്കും കേട്ടോ. ഉപ്പിയുണ്ട് അവരൊപ്പം. ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവർക്ക് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല, കാരണം അതിൽ വെയിലാണല്ലോ. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ കണ്ട് പോകുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ കുറേ പണികളുണ്ടല്ലോ. ഞാൻ വന്ന് നോക്കുമ്പോൾ അതേ 4 ആളും കൂടിയിട്ട് ഇവിടെ റൂമിൽ AC ഇട്ട് കിടക്കുകയാണ്. 4 ആളെന്ന് പറയുമ്പോൾ അനിയൻ്റെ കുട്ടിക്കാട് അനിയൻ്റെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ, സിദാന്. അവന് ഇന്നലെ നിൽക്കാൻ വന്നതാണ്. അപ്പോൾ അവനുണ്ട്, പിന്നെ ഇച്ചു, ലച്ചു, ഷാല്, ഇവർ 4 ആളും കൂടിയിട്ട് ആ റൂമിൽ പോയി കിടക്കുകയാണ്. ചൂടായതുകൊണ്ട് ACക്ക് ഇപ്പോൾ ഭയങ്കര പണിയാണ് കേട്ടോ. നേരെ ഇതിടൽ തന്നെയാണ് പണി. ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ എന്തായാലും നക്ഷത്രം എണ്ണും, അത് വേറെ കാര്യം. ലച്ചുമോൾക്ക് പിന്നെ കളിക്കാൻ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയിട്ട് അവൾ ഇരുന്നോളും. അവർ ഇവരുടെ ഇടയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. അങ്ങനെ കളിച്ച് വളരട്ടെ. അവൾ അവരുടെ അടുത്തിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രാഗിപ്പൊടിയാണ് കേട്ടോ. രാഗിപ്പൊടി കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചൂടാറാൻ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഇവിടെ ചിക്കനൊക്കെ നോക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ്, അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ. നെയ്ച്ചോറ് വിളമ്പാനുള്ള ബേഴ്സിനും പിന്നെ അവർക്ക് കൊടുക്കാനുള്ള പ്ലേറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ലച്ചുമോളിന് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തിയതായിരുന്നു. പക്ഷെ അവൾ ഒട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് വേറൊരു നിവർത്തിയില്ലാതെ അവളിനെ എടുത്തു. പിന്നെ നമ്മുടെ ബെൽറ്റ് വാർപ്പൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇക്കട ഏട്ടനാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പാടെ കൂടെ ഞാനും പോകുന്നുണ്ട്. വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ആ ചെമ്പ് നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഞാനും ഉപ്പയും ഇച്ചും പിന്നെ ലച്ചുമോളുണ്ട്, സിദാനും, ഞങ്ങളൊക്കെ കൂടിയിട്ട് കടയേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുന്ന് ഫുഡ് എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കാണ് വീട് വെക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇത് ഉപ്പാക്കും ഉമ്മാക്കും ബ്രദറിനും വേണ്ടി വയ്ക്കുന്ന വീടാണ് കേട്ടോ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ബ്രദറിനും വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് വെച്ചിട്ടുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് ഇപ്പോൾ നേരെ കാണുന്നതായിരുന്നു കേട്ടോ, ഞങ്ങളുടെ പഴയ വീടുണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ താമസിക്കാൻ പറ്റാതായിരിക്കണം. ആകെ ഉള്ളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ആകെ നാശമായിരിക്കണം. അപ്പോൾ ഞങ്ങൾ പുതിയ വീട് വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവിടെ വീട് വയ്ക്കുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ വിശേഷങ്ങളുള്ളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഫുഡ് സെർവ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫോണിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാരണം ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.